മലയാളത്തിലും തമിഴിലും കന്നഡയിലുമൊക്കെ തിളങ്ങി നിന്ന താരമാണ് ഭാവന. അപ്രതീക്ഷിതമായി താരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവം മനക്കരുത്തുകൊണ്ട് അതിജീവിച്ച് ഇപ്പോൾ സിനിമയിൽ വീണ്ടും സജീവമാവുകയാണ് ഭാവന. തൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും മോശമായ അനുഭവം നേരിട്ടതിനെക്കുറിച്ചും എങ്ങനെയാണ് നിയമപരമായി മുന്നോട്ടു പോയതെന്നുമൊക്കെയാണ് ഭാവന ഇപ്പോൾ തുറന്നു പറയുന്നത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന വിശ്വാസം തന്നെയാണ് കേസ് കൊടുക്കാൻ പ്രേരണയായതെന്നാണ് താരം പറയുന്നത്. എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിരുന്നില്ല, ഉടനെ കേസ് കൊടുക്കുകയായിരുന്നു. ശരിയായ കാര്യം ചെയ്യുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നതെന്നും ഭാവന ചോദിക്കുന്നു. ഇതൊന്നും പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. താൻ ചിന്തിച്ചത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഉടൻ തന്നെ പരാതി ഫയൽ ചെയ്തു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് ഭയപ്പെടണം? അപ്പോഴും ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്താണ് നമുക്ക് ശരിയെന്ന് തോന്നിയത് അത് ചെയ്തു. അത് വലിയൊരു വിഷയമായി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ചെയ്തത് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ശരിയായ കാര്യം ചെയ്യുന്നതിന് എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്ന കോൺസെപ്റ്റ് ആയിരുന്നു. പറഞ്ഞാൽ എന്താകും എന്നല്ല, അത് പറയാതിരുന്നാൽ എന്താകും എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാനത് പറയാതിരുന്ന് പിന്നീട് പറഞ്ഞാൽ എനിക്ക് തന്നെയല്ലേ പ്രശ്നം? എന്തുകൊണ്ടാണ് നീ ഇത്രയും കാലം പറയാതിരുന്നത് എന്ന് ചോദിക്കില്ലേ? ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, പരാതി ഫയൽ ചെയ്യണം എന്ന് തോന്നി. നമ്മൾ നടന്നു പോകുമ്പോൾ വീണാൽ എന്ത് ചെയ്യണോ അത് ചെയ്യില്ലേ? അല്ലാതെ 1 മാസം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജിനൊപ്പമുള്ള ആദം ജോൺ എന്ന സിനിമ ചെയ്യാൻ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു. മാർച്ചിൽ സ്കോട്ട്ലൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇത് സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് ചെയ്യുന്നില്ല, എനിക്കൊരു ബ്രേക്ക് വേണം, മെൻ്റലി ഞാൻ ഓക്കെ അല്ലെന്ന്. പൃഥ്വിയും മുഴുവൻ ടീമും പറഞ്ഞു, നീ എപ്പോൾ ഓക്കെ എന്ന് പറയുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ ഇത് ചെയ്യൂ എന്ന്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുമെന്നും പറഞ്ഞു. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ, പ്രശ്നമില്ല, കുറച്ച് സമയമെടുക്കുമെന്നാണ് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു. നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും പോകുന്നില്ലെന്ന് പറഞ്ഞു അവർ. സംവിധായകനും ഹീറോയും നിർമ്മാതാവും അങ്ങനെ എല്ലാവരും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാൻ ഓക്കെ ആകുന്നത് വരെ കാത്തിരിക്കുമെന്നാണ്. നീ ഇതിനെ തരണം ചെയ്യണമെന്ന് അവരൊക്കെ പറഞ്ഞു. മാർച്ച് അവസാനത്തിലോ ഏപ്രിലിലോ സ്കോട്ട്ലാൻഡിൽ പോയി സിനിമ ചെയ്തു എന്നും ഭാവന പറയുന്നു.